ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്താ, ഒരു പ്രമുഖ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്റെ പേരിലാണ്? ബിഷപ്പിനെ അധിക്ഷേപിച്ചു, രേണുസുധിക്കെതിരെ വീഡിയോ ചെയ്തു എന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന, അതായത് യൂട്യൂബ് ചാനലിന്റെ പേര് റയർ റിലീസ് എന്നാണ്, ആ ഒരു യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്ദീപിന്റെ വീടെന്ന് പറയുന്നത് മലപ്പുറത്തായിരുന്നു. നമ്മുടെ കോട്ടയത്ത് തൃക്കൊടിത്താനത്തുള്ള പോലീസുകാര് അങ്ങ് മലപ്പുറത്ത് എന്ന് ഈ പറയുന്ന യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് രേണുവും അതുപോലെ രേണുവിന്റെ കുറച്ച് ശിങ്കിടികളും ഒക്കെ ഈ ഒരു വിഷയം, ഈ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രേണു ഉൾപ്പെടെ രേണുവിന്റെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ആയിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബിഷപ്പാണ് ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി. അതായത് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. അതുപോലെ ഒരുപാട് മേലധികാരികളുടെ അടുത്തൊക്കെ അഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് ഈ പറയുന്ന യൂട്യൂബർ ആയിട്ടുള്ള സന്ദീപിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന സന്ദീപിന് പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ദിവസം ഹാജരാകാമെന്ന് പറഞ്ഞതുകൂടെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ പോലീസുകാർ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ഇന്നലെ ഒരു ദിവസം സന്ദീപ് ലോക്കപ്പിൽ കഴിയേണ്ടി വന്നു. പക്ഷെ ഇന്ന് രാവിലെ തന്നെ സന്ദീപിന് ജാമ്യമൊക്കെ ലഭിച്ചു കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു സന്ദീപിന് ഇത്ര ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അപ്പൊ അത് രേണുസുധിയുടെ ഇഷ്യൂ അല്ല. ബിഷപ്പിനെതിരെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിഷപ്പ് ഒരു പുരോഹിതനാണല്ലോ, അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ സന്ദീപിനെതിരെ ഇങ്ങനൊരു നടപടി ഉണ്ടായത്. എന്തായാലും അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ രാവിലെ പുള്ളിക്കാരന് ജാമ്യമൊക്കെ കിട്ടി, പുള്ളി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സങ്കടകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സന്ദീപിന്റെ 2 മൊബൈലും ഒരു ലാപ്ടോപ്പും അത് കോടതിയിൽ സീസ് ചെയ്തു കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ സന്ദീപിന്റെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം, ബിഷപ്പിനെ അധിക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെ ബിഷപ്പിനെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കുന്ന രീതിയിൽ ഒരുതരം വീഡിയോസും സന്ദീപ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പകരം കുറച്ചു കഥകൾ, അതായത് ഏതൊക്കെയോ സാങ്കല്പിക കഥകൾ ഈ പറയുന്ന സന്ദീപ് പുള്ളിയുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിഷപ്പിന് സന്ദീപ് ആ പറഞ്ഞ കഥകളിൽ ബിഷപ്പിനെയാണ് പറഞ്ഞത് എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ ഒരു ധാരണയിലാണ് ബിഷപ്പ് സന്ദീപിനെതിരെ പരാതി നൽകിയത്. പിന്നെ അത് കൂടാതെ രേണുസുധിക്കെതിരെ എന്തൊക്കെയോ വീഡിയോ ചെയ്തു, രേണുസുധിയുടെ മരുന്നിന്റെ ബില്ലിനെ കുറിച്ച് വീഡിയോ ചെയ്തു. അങ്ങനെയുള്ള കുറേയധികം കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ലോക്കപ്പിൽ ഇട്ടത്. പിറ്റേ ദിവസം ജാമ്യം കിട്ടി, പുള്ളിക്കാരൻ പുറത്തിറങ്ങി. എന്തായാലും സന്ദീപ് ഇവിടെ പറയുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സന്ദീപിന് പറയാനുണ്ടെന്ന്. എന്തിനാണ് നമ്മൾ ചെയ്യാത്തൊരു തെറ്റ്, നമ്മളെക്കുറിച്ച് ഇപ്പം നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ബിഷപ്പ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു ഉന്നതിയിലുള്ള ഒരു പുരോഹിതനാണല്ലേ. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം പോലും ചില സമയത്ത് മറന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പല രീതിയിലുള്ള പ്രതികരണവും നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ബിഷപ്പിനെതിരായിട്ട് ഇപ്പൊ ഇത്രയും വലിയൊരു പ്രതികരണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ വരാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ബിഷപ്പ് വന്നിട്ട് കിച്ചുവിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയമാണ് മിക്ക യൂട്യൂബേഴ്സും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. കാരണം കിച്ചുവിന് അവന്റെ എന്താ പറയാ, അറിവില്ലാത്ത പ്രായത്തിൽ എന്തൊക്കെയോ തെറ്റുകൾ അവന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ബിഷപ്പ് വന്നിട്ട് കിച്ചുവിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ്, ഈ ഞാൻ ഉൾപ്പെടെ, റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബിഷപ്പിന് ഇത്രയും ഒരു നെഗറ്റീവ് വരാനുള്ള കാരണം. ഇപ്പൊ നമുക്കറിയാം രേണുവിന്റെ അസുഖം എന്താണ്, ക്യാൻസർ ആണ്. അപ്പൊ രേണുവിന് ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണ്ട സമയം തന്നെയാണ്. അതില് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ബിഷപ്പും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവും ചെയ്യുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ കിച്ചുവിനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ കിച്ചുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, അത് കഴിഞ്ഞുപോയി. അവന്റെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ എന്തൊക്കെയോ തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ വന്നിട്ട് രേണുവിനെ ചേർത്ത് നിർത്തുന്നു, അതോടൊപ്പം കിച്ചുവിനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബിഷപ്പ് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും ബിഷപ്പിനെതിരായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ സന്ദീപ് എന്തൊക്കെയോ പുള്ളിയുടെ ചാനലിൽ എന്തൊക്കെയോ സാങ്കല്പികമായിട്ടുള്ള കഥകളെ കുറിച്ച് ഒന്നോ ഒരു 2-3 എപ്പിസോഡുകളായിട്ട് ഈ പറയുന്ന സന്ദീപ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ ഒരു
കഥാപാത്രം ബിഷപ്പാണ് എന്നുള്ള രീതിയിൽ ബിഷപ്പിനെയാണ് സമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പ് പോലീസിൽ കൊണ്ട് പരാതി നൽകുന്നു. ആ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇട്ടത്. അവിടെ ഈ പറയുന്ന സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാമോ? ഈ ബിഷപ്പ് ഉണ്ടായിരുന്നു, രേണുസുധിയുടെ ഫാദർ ഉണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു, സഹോദരി ഭർത്താവ് ഉണ്ടായിരുന്നു. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ രേണു സ്റ്റോറി ഇടുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ല, ശരിയാണ്. ഇപ്പം ബിഷപ്പിന്റെ ആ ഒരു പരാതിയിൽ സന്ദീപിനെ അറസ്റ്റ് ചെയ്തു. ആ ഒരു സമയത്ത് രേണു ചില പോസ്റ്റുകളൊക്കെ ഇടുകയുണ്ടായി. ഈ ഒരു സമയം രേണു ഒന്ന് ചിന്തിക്കുക, ഈ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ തീരെ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സമയത്ത് മൊബൈലൊക്കെ ഉപയോഗിക്കരുതെന്ന് ഓൾറെഡി ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ രേണു അതൊന്നും കേൾക്കാതെ വീണ്ടും മൊബൈലൊക്കെ ഉപയോഗിച്ച് ഈ യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത സന്തോഷം സോഷ്യൽ മീഡിയ വഴി ഭയങ്കരമായിട്ട് അങ്ങ് പങ്കുവെച്ചു. സത്യം പറയാലോ, ഇത്രയും ഈ രേണുവിന് ഈ ഒരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്തു. രേണുവിനെ വേർതിരുന്നവർ പോലും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ കിച്ചുവിനെ കുറിച്ച് മോശം പറഞ്ഞ് തുടങ്ങിയപ്പോൾ രേണുവിനെതിരെയുള്ള ആ ഒരു വെറുപ്പ് ആൾക്കാർക്ക് തുടങ്ങി. അപ്പം നമുക്കും പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ എന്താ ചെയ്യേണ്ടത്? രേണുവിന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ട്രീറ്റ്മെന്റും അതോടൊപ്പം തന്നെ വേണ്ട രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അസുഖം മാറി തിരിച്ചു വരാൻ ശ്രമിക്കുക. അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ പോലും എന്താ പറയുക, ഏത് രീതിയിലാണ് രേണുവിന്റെ പ്രതികരണം ഒന്നും നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. പിന്നെ ബിഷപ്പിന്റെ കാര്യം, ബിഷപ്പിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? കിച്ചുവിനെ വന്നിട്ട് മോശം പറഞ്ഞതും കിച്ചുവിനെ ഒരു മോശക്കാരനാക്കാൻ ശ്രമിച്ചതിലൂടെയാണ് ബിഷപ്പിനും ഇത്രയും ഒരു നെഗറ്റീവ് ഉണ്ടായത്. അങ്ങനെ എന്തൊക്കെയോ വീഡിയോസ് സന്ദീപ് ചെയ്തു എന്നാണ് ബിഷപ്പ് പറയുന്നത്. പക്ഷെ നമ്മൾ കയറി നോക്കിയിട്ട് അയാൾ വേറെ എന്തൊക്കെയോ കഥകൾ പറയുന്നു. അത് ബിഷപ്പിന് എവിടെയൊക്കെയോ കൊണ്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് സന്ദീപ് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്. എന്തായാലും ഇനി ബിഷപ്പ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ഒരുപാട് യൂട്യൂബേഴ്സ് കുടുങ്ങാനുണ്ട്. പല യൂട്യൂബേഴ്സിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ അന്വേഷണവും കാര്യങ്ങളും നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ഏത് യൂട്യൂബർ ആണെന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഏത് വീഡിയോയുടെ താഴെയാണെങ്കിലും വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരുടെയും എന്താ പറയുക, ഇല്ലാത്ത കഥകളൊന്നും എവിടെയും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അല്ലാതെ ആരുടെയും വീട്ടിൽ പോയിട്ടോ അല്ലെ ഒളിക്യാമറ വെച്ചിട്ടോ ഒന്നും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകളാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണെങ്കിൽ തീർച്ചയായും എടുത്ത് മാന്യമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യും. അതിനിപ്പോ അങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുക, അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ബിഷപ്പിന്റെ ഈ ഒരു എടുത്തു ചാടിയുള്ള ഈ ഒരു തീരുമാനം, അതായത് കിച്ചുവിനെ മോശം പറയുന്നു, അതിനുശേഷം ഇപ്പൊ ഈ യൂട്യൂബർക്കെതിരെ പരാതി കൊടുക്കുന്നു, അതൊക്കെ ഒരു ഒരു ശരിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും ഇത്രയും എന്താ പറയാ, ഒരു സമൂഹത്തില് ഒരു വിലയും നിലയൊക്കെ ഉള്ള ഒരു പുരോഹിതനാണ് ഈ ഒരു രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? സന്ദീപിനെയാണോ അതോ ബിഷപ്പിനെയാണോ? ബിഷപ്പിനെയും രേണുസുധിയാണോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.